Hey, hello everyone and welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇറ്റ്സ് എഗെയിൻ എ ഹോൾ വീഡിയോ. എനിക്ക് ഹോൾ വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റാൻഡം ഹോളാണ്. ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഓൺലി സ്കിൻ കെയർ മാത്രമല്ല, മേക്കപ്പ് ഉണ്ട്, അല്ലാണ്ട് കുറച്ച് എസെൻഷ്യൽസ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ചൊരു മിക്സഡ് ഹോൾ, ഒരു റാൻഡം ഹോളാണ്. ആൻഡ് ഇത് റാൻഡം ഹോളാണെന്ന് പറയാൻ കാര്യം ഇറ്റ്സ് നോട്ട് ഫ്രം ഒരു സൈറ്റിൽ നിന്ന് മാത്രമല്ല. ആമസോൺ ഉണ്ട്, നൈക്ക ഉണ്ട്, മിന്ത്ര ഉണ്ട്, ദ ഫേസ് ഷോപ്പിൻ്റെ സൈറ്റിൽ നിന്നുണ്ട്, അങ്ങനെയുള്ള 3-4 സൈറ്റിൽ നിന്നുള്ള കുറച്ച് എസെൻഷ്യൽസ് ആണ്. ആൻഡ് ഇതൊരു നവംബർ മന്ത് ഹോൾ എന്നൊക്കെ പറയാം. അപ്പം കാരണം ലാസ്റ്റ് മന്തും ഞാൻ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് ഈ മന്തിലെ ഹോളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് നൈക്കയിൽ നിന്നുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പം നൈക്കയിൽ നിന്ന് നൈക്കയിൽ നിന്ന് 2 ബോക്സസ് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ PR ആയി പോയില്ലേ? PR ഒന്നും കിട്ടാൻ സമയമായിട്ടില്ല. എനിക്ക് PR ഒക്കെ ഭാവിയിൽ കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് നൈക്കയിൽ നിന്നുള്ള പ്രൊഡക്റ്റാണ്. നൈക്കയുടെ കുറച്ച് ലക്ഷറി പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു ബോക്സിലാണ് കിട്ടുന്നത്. ലൈക്ക് അവിടെ നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, അല്ലാത്തപ്പോൾ അവർ നോർമൽ ഇതുപോലെയുള്ള ബോക്സിലാണ് തരുന്നത്. അപ്പോൾ നൈക്കയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് അവരൊരു താങ്ക് യു നോട്ട് വരുന്നുണ്ട്. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. നല്ല ഒരു താങ്ക് യു നോട്ട് വരുന്നുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഇത് മാക്കിൻ്റെ റുബിയൂ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് വാങ്ങിയപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയപ്പോൾ എനിക്ക് അവർ കുറച്ച് സാമ്പിൾസൊക്കെ ചിലപ്പം ഒരു ഫ്രീ ഗിഫ്റ്റായിട്ട് തരും, ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും തരുന്നത്. ഇപ്രാവശ്യം കിട്ടിയത് സാമ്പിൾസാണ്. അപ്പം അത് നമുക്ക് ചൂസ് ചെയ്യായിരുന്നു ഏത് ഷെയ്ഡ് വേണമെന്നുള്ളത്. ഞാൻ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ഫൗണ്ടേഷൻ ഫോർ എ പാർട്ടി ഫങ്ഷൻ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട്സ്, ഇതുപോലെയുള്ള അങ്ങനത്തെയുള്ള സെറ്റപ്പിനൊക്കെ നല്ല പറ്റിയിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഭയങ്കര ലോങ് വെയറിങ് ആൻഡ് ബ്യൂട്ടിഫുൾ കവറേജൊക്കെ ഉള്ള ഫൗണ്ടേഷനാണ് യൂഷ്വലി. അപ്പം ആ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു 3 ഷെയ്ഡിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത്, ബിക്കോസ് ഞാൻ വേറെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് NC35 ആയിരിക്കും എൻ്റെ ഷെയ്ഡ് എന്നാണ്. NC35 or 40 അതിൽ കൂടത്തില്ലായിരിക്കും. അപ്പം ഈ 2 ഷെയ്ഡിലൊന്ന്, അല്ലെങ്കിൽ NC35 എനിക്ക് കുറച്ച് ലൈറ്റ് ആവുമോ എന്നൊരു പേടി കാണാണ്. NC35 വിൽ ബി കുറച്ച് മാച്ചിങ് ആയിരിക്കും, ഓർ 40. പിന്നെ ഞാനൊരു എക്സ്ട്രാ ഷെയ്ഡ് ഇത് എന്തായാലും കിട്ടിയതാണ്. അപ്പം ഇതിരിക്കട്ടെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോയിൽ ചെയ്യാം. ആൻഡ് അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് കണ്ടില്ലേ അല്ലേ? അപ്പോൾ ലിപ്സ്റ്റിക്ക് വന്നിട്ടുള്ളത്, അപ്പോൾ ഇതിനകത്ത് നിന്ന് എടുക്കാൻ നല്ല കുറച്ച് പാടാണ്. അപ്പോൾ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ റുബിവൂൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് റെഡ് ഷെയ്ഡ് നിങ്ങൾ തപ്പാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം. ഒരു പെർഫെക്റ്റ് റെഡ് ലിപ്സ്റ്റിക്ക് നോക്കുമ്പോൾ എന്തായാലും മാക്കിൻ്റെ റുബിവൂ അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ഒരു ഫുൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുകയാണെങ്കിൽ, ഫുൾ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം സത്യത്തിൽ ഉണ്ടെന്ന് തോന്നില്ല. റെഗുലർലി ലിപ്സ്റ്റിക്ക് ഇടുന്നവരാണെങ്കിൽ ചിലപ്പോൾ വേണമായിരിക്കും. മീൻസ് റെഗുലർലി ഒരു റെഡ് ലിപ്സ്റ്റിക്ക് തന്നെ ഇടുന്നത് അങ്ങനെ ആരും ഇടത്തില്ലായിരിക്കും. മീൻസ് വി ട്രൈ ടു ചേഞ്ച് ലിപ്സ്റ്റിക്സ് അല്ലേ? അപ്പം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്, ഇതിൻ്റെ മിനി വേർഷനാണ് വാങ്ങിയിട്ടുള്ളത്. മിനി വേർഷൻ അപ്പോൾ കുറച്ച് പ്രൈസ് കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും ഉണ്ട് അതിൻ്റെ. ഇത് അത്യാവശ്യം ഡീസൻറ്റ് സൈസിങ്ങും ഒക്കെയാണ്. അതിൻ്റെ ഷെയ്ഡ് ഞാനൊന്ന് കാണിക്കാം. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിക്കാം. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദ ഷെയ്ഡ്. നല്ലൊരു അടിപൊളി റെഡാണ്. ഇതിൻ്റെ ജസ്റ്റ് 1 സ്വൈപ്പ് ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. താണ്ട നല്ലൊരു റെഡ് ഷെയ്ഡാണ്. അപ്പം ഇതാണ് മാക്കിൻ്റെ റുബിവൂ ലിപ്സ്റ്റിക്ക്. ഞാൻ എന്തായാലും ഫ്യൂച്ചർ വീഡിയോസിലൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഇതോടെ ഇരിക്കട്ടെ അല്ലേ? അപ്പോൾ അങ്ങനെ മാക്കിൻ്റെ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോണത് ഫ്രം Estee Lauder. ഞാൻ ഇത് ആക്ച്വലി ഒരു വീഡിയോയിൽ റീസെൻ്റ്ലി ചെയ്തിരുന്നു. അപ്പം അതിന് മുമ്പ് എനിക്ക് ഹോൾ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം വന്നിട്ട് ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പം എന്തായാലും ഇതിൽ കാണിക്കാം. ഇതൊരു കോംബോ പോലെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് 3ഉം കൂടെ ഒരു സെയിൽ പ്രൊഡക്റ്റ് പോലെ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഇതുപോലെ കുറേ കോംബോസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്കിൻ കെയറിൻ്റെ റേഞ്ച് വന്നിട്ടുണ്ട്,
പിന്നെ എനിക്ക് തോന്നിയത് ഒരു ദിവാലി സെയിലിൻ്റെ ഒരു കോംബോ പാക്കായിരുന്നു. അപ്പം നമ്മൾ ഓരോന്ന് ഇൻഡിവിജ്വലി വാങ്ങിക്കുന്ന പ്രൈസിനെക്കാട്ടിലും നല്ല ഒരു ഡിഫറൻസ് ഇങ്ങനെ കോംബോ വാങ്ങിക്കുമ്പോൾ കിട്ടും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കോംബോ സെലക്ട് ചെയ്തത്. ആൻഡ് ഓൾസോ എല്ലാം മിനിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് മിനിയുടെ ആവശ്യമുള്ളൂ ഈ ഒരു ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒക്കെ. പിന്നെ സിറം എനിക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പം സിറം ചിലപ്പോൾ ഞാൻ ഇനി ഫുൾ വേർഷൻ ആയിരിക്കും എപ്പോഴും ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ സിറം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ 20 ml സിറം എൻ്റെ കയ്യിലുണ്ട്. കണ്ടില്ല, ഈ ഒരു സിറം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം ഒരു ആഡ് ഓൺ സിറം, എനിക്കൊരു ബാക്കപ്പ് സിറമായിട്ട് വന്നതാണ്, കിട്ടിയതാണിത്. ആൻഡ് ഇത് ജസ്റ്റ് ഇറ്റ് ഈസ് 7 ml ഓൺലി. അപ്പോൾ ഇത് നമുക്കൊരു മേ ബി 2 weeks ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. ഇത് 2 നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പം ഇത് ആണ് സിറം. ആൻഡ് പിന്നെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഓൾറെഡി അതിൻ്റെ ഒരു കവറേജും സംഭവങ്ങളൊക്കെ ഒരു റിവ്യൂ ഈയിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിവാലി മേക്കപ്പ് ലുക്കിൽ ഒരു ഇത്തിരി ഡ്രൈയിങ് ഫൗണ്ടേഷനാണ്, ഒരു മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. പക്ഷെ നമ്മൾ സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഫൗണ്ടേഷൻ, എസ്പെഷ്യലി ഫോർ പാർട്ടീസ്, ഫങ്ഷൻസ്. ഇറ്റ്സ് എ ഡബിൾ വിയർ ഫൗണ്ടേഷൻ. ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻസിൻ്റെ ഹൈ എൻഡ് ഫൗണ്ടേഷൻ ആണെങ്കിലും അവർക്കൊരു പമ്പ് കൊടുക്കാമായിരുന്നു. യുനോ, ഒരു പമ്പ് കൊടുത്തെങ്കിൽ കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ ആവും, കുറച്ചുകൂടി ഹൈജീനിക് ആയിരിക്കും എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. ഇത് കുറച്ച് ഡിഫിക്കൾട്ടാണ്, അത് പ്രോപ്പർലി കൈകാര്യം ചെയ്യണം. അപ്പം അതാണ് ഫൗണ്ടേഷൻ. ഇറ്റ് ഈസ് ഇൻ ദ ഷെയ്ഡ് 2W2 Cashew. 3W2 Cashew, സോറി, ഇറ്റ് ഈസ് 3W2 Cashew ആണ് എൻ്റെ ഷെയ്ഡ്. പെർഫെക്റ്റ് ഷെയ്ഡാണ്. അപ്പം അതാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് അവരുടെ ഒരു പ്യുർ കളർ എൻവി സ്കൾപ്റ്റിംഗ് ലിപ്സ്റ്റിക്. ഇറ്റ് ഈസ് എസ്റ്റീ ലോഡർ. ഇതിൻ്റെ ഷെയ്ഡ് റെബല്ലസ് റോസ് എന്നാണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട്. റെബല്ലസ് റോസ്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റീസെൻറ്റ് ദിവാലി വീഡിയോയിൽ തന്നെ. കാരണം അത് എസ്റ്റീ ലോഡർ മേക്കപ്പ് ആയിരുന്നല്ലോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം കേട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഡിഫറൻസ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത് വന്നിട്ട് കുറച്ച് ക്രീമി, പക്ഷേ കളർ വൈസ് ഇറ്റ് ഇസ് സോ ഗുഡ്. ലൈക്ക് നല്ലൊരു പിങ്ക്, ഒരു നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ടെക്സ്ചറും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മൾ മാസ്ക് ഇല്ലാത്തൊരു കാലത്തിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്. ബിക്കോസ് മാസ്ക് ഒക്കെ ഇടുമ്പോൾ എന്തായാലും ഇത് ട്രാൻസ്ഫർ ആവും നന്നായിട്ട്. അപ്പോൾ നമ്മൾ അല്ലാത്ത സിറ്റുവേഷനിൽ ഇടുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പം ഇത് ഞാനൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റട്ടെ, കാരണം ലിപ്സ്റ്റിക് എല്ലാം ഡ്രസ്സിലാവും. ഓക്കെ, ഡൺ. ആൻഡ് നമുക്ക് നൈക്കിയിൽ നിന്ന് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. ഇത് ഒരു കുഞ്ഞി ബോക്സിൽ വന്നതാണ്. ഇത് വൈപ്സ് ആണ്, നമ്മുടെ കോട്ടൺ പാഡ്സ്. നോട്ട് വൈപ്സ് അല്ല, കോട്ടൺ പാഡ്സ്. നമുക്ക് എന്തെങ്കിലും ടോണറൊക്കെ അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ കുറച്ച് ഈസി ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഇത് വാങ്ങിയതാണ്. ഇത് റീറ്റെയിൽസ് ഫോർ 80 ആണ്, പക്ഷേ 64 എന്തോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. സോ ഇത് ഒരു 50 നമ്പേഴ്സ് ഓഫ് കോട്ടൺ പാഡ്സ് ഉണ്ട്. സോ നൈക്കി എന്നുള്ള പ്രൊഡക്ട്സ് കഴിഞ്ഞു. നമുക്ക് ഇനി മിന്ത്ര. ഓക്കെ, സോ അപ്പോൾ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ആദ്യം തന്നെ ഈ ഒരു ജെജു അലോവേറ ജെൽ. ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് ദ ഫേസ് ഷോപ്പ്. ദ ഫേസ് ഷോപ്പിൻ്റെ അലോ ജെല്ലാണ്. ഇതും ഓഫർ കണ്ടുകൊണ്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ഓൾറെഡി ഇത് ഞാൻ ലാസ്റ്റ് എൻ്റെ ഹോളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് കുറച്ച് തീരാറായിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി യൂസ് ചെയ്യാനുണ്ട്. പക്ഷേ ഓഫർ കണ്ടപ്പോൾ ഐ തോട്ട് അത് സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വാങ്ങിയതാണ്. സോ അപ്പം ഓഫർ ഉണ്ടായിരുന്നു, നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. സോ അപ്പം ഇതാണ് എൻ്റെ അലോവേറ ജെല്ല്. മൈ ഫേവറേറ്റ് അലോവേറ ജെൽ സോഫാർ എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തത്. സോ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഞാൻ നേരത്തെ ഉള്ളതൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വരുന്നുണ്ട്, അതിനകത്ത് പറ്റിയിരിക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ജിഗ്ലി അലോവേറ ജെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഓ മൈ ഗോഡ്, അല്ലേ, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഓക്കെ, ഇതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്
ദി ബെസ്റ്റ് അലോവേര ജെൽ. വളരെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അലോവേര ജെൽ പ്ലെയിൻ ഇതുപോലുള്ള ഇത് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, പ്ലെയിൻ ഒരു ജെൽ ഫോമാണ്, വൈറ്റ് ജെൽ ഫോം. പിന്നെ പ്രത്യേകിച്ച് ഓർഡറോ അങ്ങനെയൊന്നുമില്ല, ഒരു അലോയുടെ സ്മെല്ലാണ്, വേറെ ഒന്നും എക്സ്ട്രാ പെർഫ്യൂം ആഡഡോ അങ്ങനെയൊന്നുമല്ല. സോ അതാണ് നമുക്ക് സ്കിന്നിലേക്ക് എപ്പോഴും നല്ലത്. പെർഫ്യൂംസ് ആഡ് ചെയ്തത് അത്ര നല്ലതല്ല സ്കിന്നിൽ റെഗുലർലി യൂസ് ചെയ്യുന്നത്. സോ അപ്പം അതാണ് അലോവേര ജെൽ. പിന്നെ നമ്മൾ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തൊരു പാക്കിലാണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരൊറ്റ പ്രൊഡക്റ്റാണ് വാങ്ങിയത് കേട്ടോ. അതിൻ്റെ കൂടെ 1-2 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വാങ്ങാമെന്ന്. അപ്പം വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കുറച്ച് ട്രാവൽ ഫ്രണ്ട്ലി റോസ് വാട്ടർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ അപ്പം എൻ്റെ കയ്യിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഈ ഒരു റോസ് വാട്ടറാണ്. ഇത് വലിയ പാക്കറ്റാണ്. ഇതിന് കുറച്ച് പ്രൈസ് ഉണ്ട്. 1295 ആണ് വരുന്നത്. ആൻഡ് അത്യാവശ്യം യൂസ് ചെയ്യാനുണ്ട്. 2 months നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. എനിക്കൊരു ഐ തിങ്ക് 2 months ഇനഫ് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, രാവിലെ രാത്രിയിൽ. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒക്കെ റിഫ്രഷ് ചെയ്യാൻ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പം എനിക്ക് വളരെ സൂതിങ്, വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ റോസ് വാട്ടറാണ്. അപ്പം അത് ഒരു ബാക്കപ്പായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊരു കുറച്ചുകൂടെ ട്രാവൽ ഫ്രണ്ട്, എനിക്ക് ബാഗിലൊക്കെ ഇടാനും കുറച്ച് നല്ലതാണ്. ആൻഡ് ഇത് വാങ്ങിയപ്പോൾ 1-2 സംഭവങ്ങൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പോൾ ഒരെണ്ണം വന്നിട്ട് ഇത് അവരുടെ ഒരു ഷിയ ലോട്ടസ് ബോഡി ബട്ടർ. അവരുടെ ഒരു ട്രാവൽ സൈസ്, ഒരു കുഞ്ഞ് സൈസാണ് വന്നിട്ടുള്ളത്. ഐ തിങ്ക് ഒരു 7 ml ഒക്കെ കാണും. ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി 100 ആണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ചെറിയതാണ് ഇത്. ഇറ്റ് ഈസ് 8 gram ആണ്. ഇറ്റ്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. കാമായുർവേദയുടെ ഒരു ബോഡി ബട്ടർ. അപ്പം ഞാൻ കുറച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഓക്കെ, ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഓക്കെ, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. ഒരു സാൻഡൽവുഡിൻ്റെ, ശരിക്കും സാൻഡൽവുഡിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഷൈൻ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ആ ഒരു ഹൈഡ്രേഷൻ നല്ലതായിട്ടുണ്ട്, കൊള്ളാം. താങ്ക് യു കാമായുർവേദ. അപ്പോൾ അതാണ് വന്നിട്ടുള്ളത്, കാമായുർവേദയുടെ ഈ ഒരു കുഞ്ഞി റോസ് വാട്ടറിൻ്റെ ഈ ബോട്ടിൽ. പ്ലസ് അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ഫ്രണ്ട്ലി വാങ്ങിയെങ്കിലും അതിൻ്റെ കൂടെ അവരെനിക്ക് കുട്ടി വീണ്ടും ഒരു ട്രാവൽ ഫ്രണ്ട്ലി ഒരു ബോട്ടിലൂടെ തന്നിട്ടുണ്ട്. ഇതും ഇറ്റ് റീറ്റെയിൽസ് ഫോർ 100 rupees ആണ്. അപ്പം ഇത് രണ്ടും നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതും ഒരു റോസ് വാട്ടറാണ്. ഇറ്റ് ഈസ് അബൌട്ട് എത്ര ml ഉണ്ട് നോക്കണം ഇനി. 8 ml ഉള്ളൂ. അപ്പം നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കിടക്കാൻ വളരെ സൗകര്യമാണ്. ഈവൻ പോക്കറ്റിലൊക്കെ ഇട്ട് കിടക്കാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാവൽ ഫ്രണ്ട്ലി ബോട്ടിലാണ്. ഐ തിങ്ക് ഇത് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആൻഡ് ഇത് ഇറ്റ് ഈസ് അഗെയിൻ എ ട്രാവൽ ഫ്രണ്ട്ലി. അതും ഫ്രീ ആയിട്ട് കിട്ടിയതാണ് വിത്ത് കാമായുർവേദ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഫ്രീ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും എനിക്ക് 1-2 കുറച്ച് ഫ്രീ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഇറ്റ് ഈസ് ഒരു നല്ലൊരു ബൈ ആയിരുന്നെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത് മെബലിൻ്റെ ഒരു 4 ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാം. ഒരു 4 ലിപ്സ്റ്റിക്കിൻ്റെ സാഷേസ് ആണ്. ഇറ്റ് ഈസ് ലൈക്ക് 2 ml ഉണ്ട്. 2 ml ഐ തിങ്ക് ഇറ്റ് ഈസ് ഇനഫ്. നമ്മൾ റെഗുലർലി ലിപ്സ്റ്റിക്ക് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൈസസ്, അത് നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് തന്നെ ഇടുമ്പോൾ കുറച്ച് മടുക്കൂലേ. പക്ഷേ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിപ്പോയി അതിന് ഫിനിഷ് ആകാതെ നമ്മൾ എങ്ങനെ അടുത്ത വാങ്ങിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് യൂഷ്വലി ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഷേ ലിപ്സ്റ്റിക്സ് ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ്. നമുക്ക് 2 ml ഉണ്ട്. 2 ml അത്യാവശ്യം നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറേ നാൾ നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ കയ്യിലെ സ്മാഷ് ബോക്സിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് വളരെ കുറച്ച് ml എന്തോ ഉള്ളൂ ആ ഒരു ബോട്ടിൽ. അപ്പോൾ അത് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2 ml ഇറ്റ് ഇസ് പ്രിറ്റി ഇനഫ്. ആൻഡ് ഇത് വന്നിട്ട് 4 ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെ എല്ലാം ഞാൻ എന്തായാലും സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കാര്യമായിട്ട്. ഷെയ്ഡ്സ് പറയാം.
ഇറ്റ് ഈസ് സോഫ്റ്റ് വൈൻ ബെറിറ്റോൾ സ്ട്രിപ്റ്റ് ഓഫ് ബെസ്റ്റ് ബേബ്. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ബെസ്റ്റ് ബേബാണ്. അതിനുശേഷം ഐ ലൈക്ക് സ്ട്രിപ്റ്റ് ഓഫ്, ദെൻ സോഫ്റ്റ് വൈൻ, ആൻഡ് ലാസ്റ്റ് ആണ് ബെറിറ്റോൾ. ബിക്കോസ് ഇത് ഭയങ്കര ഒരു വാഷ് ഔട്ട് ആക്കുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി. കാരണം എസ്പെഷ്യലി എനിക്കും കുറച്ച് എന്താ പറയുക, ഭയങ്കര അങ്ങ് ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമല്ല. അപ്പം ഇത് കുറച്ചൊന്ന് വാഷ് ഔട്ട് ആക്കുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി കുറച്ച് ഡീപ്പ് സ്കിൻ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യും. ആൻഡ് ഓൾസോ നമുക്ക് ടോപ്പപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ്. നമുക്കൊരു ന്യൂഡ്, ഒരു ഔട്ട്ലൈൻ നല്ല ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ഉള്ളിൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വേറൊരു എഫക്റ്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. സോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, ഇത് രണ്ടും കൂടി. അപ്പം ഇതാണ് എൻ്റെ മിന്ത്ര ബൈ. എനിക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് നല്ലൊരു ബൈ ആയിട്ട് എനിക്ക് തോന്നി. സോ അപ്പം നമ്മൾ റിവ്യൂ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് ചുമ്മാ ഭാരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്തത് ഫേസ് ഷോപ്പ്. ഞാൻ ഫേസ് ഷോപ്പിൻ്റെ സൈറ്റിൽ നിന്ന് ഞാൻ കാണിച്ച അലോവേര ജെല്ല് ഫേസ് ഷോപ്പിൻ്റെ ആണ്, പക്ഷേ ഐ ബോട്ട് ഇറ്റ് ഫ്രം മിന്ത്ര. അപ്പം ഫേസ് ഷോപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഫേസ് ഷോപ്പ് അത്യാവശ്യം എല്ലായിടും ഉള്ള ബ്രാൻഡാണ്, പുറത്തുമൊക്കെ ഉള്ള ബ്രാൻഡാണ്. ആൻഡ് ഞാൻ പാക്കിംഗ് ഒക്കെ വലിയ കുഴപ്പമില്ല. ബബിൾ റാപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള കാർഡ് ബോക്സ്, ഇങ്ങനെയുള്ള പേപ്പേഴ്സാണ് വന്നിട്ടുള്ളത് ഇതിനകത്ത്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പാക്കിംഗ് നന്നായിട്ടാണ് എല്ലാം വന്നത്. അപ്പോൾ ആദ്യം വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഫേസ് വാഷാണ്. എൻ്റെ കയ്യിലുള്ള ഫേസ് വാഷ് ഇത് ബോഡി ഷോപ്പിൻ്റെ ആയിരുന്നു. അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു റൈസ് വാട്ടർ ബ്രൈറ്റ്. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളതാണ്. 150 ml ഉണ്ട്. ഇതൊരു നല്ലൊരു ഓഫറിന് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. കാരണം ഇതിൻ്റെ ഒരു എലോൺ പ്രൈസ് വന്നിട്ട് ഇറ്റ് 690. ഓക്കെ, 690 ആണിത്. പക്ഷേ ഇതും ഇത്രയും പ്രൊഡക്റ്റും കൂടി എനിക്ക് കിട്ടിയത് 619 ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് 2 പ്രൊഡക്ട്സ് കിട്ടി ആ ഒരു ഓൾമോസ്റ്റ് ആ പ്രൈസിന്. അപ്പം ഇത് വന്നിട്ട് ഫേസ് ഷോപ്പിൻ്റെ തന്നെ വൈറ്റ് സീഡ് റേഞ്ചിൻ്റെ ഒരു ഐറ്റമാണ്. ഇത് അത്യാവശ്യം ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. 32 ml ഉണ്ട്, ഇത് 32 ml ഉണ്ട്, ഇത് 10 ml സീറം. ദിസ് ഇസ് എ വൈറ്റ് സീഡ് ബ്രൈറ്റനിങ് സീറം. ദിസ് ഇസ് ടോണർ. ഇതൊരു ലോഷൻ, ലൈക്ക് ഒരു മോയ്സ്ചറൈസർ പോലെ യൂസ് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് വി ഹാവ് ടു യൂസ് ഫേസ് വാഷ് ചെയ്ത ശേഷം വി ഹാവ് ടു യൂസ് ദ ടോണർ, ദെൻ യൂസ് സീറം, ദെൻ ലോഷൻ. അങ്ങനെയാണ് നമ്മൾ പോവുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസേഷൻ കൂടെ കൊടുക്കാം, അലോവേര ജെല്ലോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഫേസ് ഷോപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഞാൻ വാങ്ങിയത്. കുറച്ച് നല്ല ഓഫർ കണ്ടു. ആൻഡ് ഇപ്പം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ദീപാവലി സെയിലായിട്ട് എല്ലാ സൈറ്റിലും ഐ തിങ്ക് ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എസെൻഷ്യൽസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അതാണ് നമ്മുടെ, ഇതൊരു ലോങ് വീഡിയോ ആണോ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ സൈറ്റിൽ നിന്ന്. ഇനി നമുക്ക് ആമസോണിൽ നിന്ന് നോക്കാം. അപ്പോൾ ആമസോണിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്, ആമസോണിൽ നിന്ന് ആദ്യം തന്നെ കാണിക്കാൻ പോണത് ഇറ്റ് ഈസ് വേഗയുടെ. എനിക്ക് വേഗയുടെ ഇതുപോലെയുള്ള കോംബോ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിലുള്ളത് വേഗയുടെ കോംബോ തന്നെയാണ് ഞാൻ അല്ലാണ്ട് യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഇത് ഒരു വൈറ്റ് കോംബാണ്. നിങ്ങൾക്ക് ഡീറ്റാങ്കിൾ ചെയ്യാനും എസ്പെഷ്യലി നമുക്ക് ഹെയർ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊന്ന് റെഡിയാക്കി ഇടാനും ഒക്കെ നല്ലൊരു കോംബാണ്. എസ്പെഷ്യലി നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹെയർ മസാജിങ് പോലെ കൊടുക്കാനും ഒക്കെ ഡെഫിനറ്റ്ലി വെരി യൂസ്ഫുൾ, വെരി വർത്ത് ആയിട്ട് എനിക്ക് തോന്നി. 106 എന്തോ ഉള്ളായിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇറ്റ്സ് ഇസ് വേഗ ഹാൻഡ് മെയ്ഡ് കോം. നല്ല കോംബാണ്, നല്ല സ്റ്റേഡിയാണ്, കുഴപ്പമൊന്നുമില്ല. സോ അപ്പം അത് വാങ്ങി. പിന്നെ വാങ്ങിയിട്ടുള്ളത് എൻ്റെ വെറ്റ് വൈപ്സ്, എൻ്റെ സ്വന്തം വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് ഇറ്റ് ഇസ് ഫ്രം പാമ്പേഴ്സിൻ്റെ ആണ് ഞാൻ വൈപ്സ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് വളരെ അഫോർഡബിൾ ആണ്. ലൈക്ക് ഈ ഒരു പ്രൈസിന് വി ഗെറ്റ് ഇത് ഐ തിങ്ക് 199 ആണ്. 199 72 വൈപ്സ് കിട്ടും. പക്ഷെ വേറെ നമ്മൾ ബ്രാൻഡ്സിൻ്റെയൊക്കെ വൈപ്സ്, വേറെ ബ്രാൻഡ്സിൻ്റെയൊക്കെ മീൻസ് കുറച്ച് അഡൾട്ട് വൈപ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈസിയാണ് എപ്പോഴും കാണിക്കുന്നത്. കുറച്ച് ഈ ഒരു പ്രൈസിന് ഇതിലും കുറച്ച് വൈപ്സേ കിട്ടുള്ളൂ. സോ പാമ്പേഴ്സിൻ്റെ ആകുമ്പോൾ ഇറ്റ്സ് ബേബി സേഫ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്കും ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. അപ്പം ഇത് വന്നിട്ട് ഹെൽപ്സ് പ്രിവെൻറ്റ് റഷ്, 97% വാട്ടർ, ലോഷൻ വിത്ത് അലോവേര ജെൽ, ലോഷൻ വിത്ത് അലോവേര ഇൻഫ്യൂസ്ഡ് വിത്ത് വൈറ്റമിൻ ഇ, പാരബൻ ഫ്രീ ആണ് വൺ ഓഫ് ദി തിങ്സ് ഐ ആം ഇംപ്രസ്ഡ്.
അപ്പോൾ പാരബൻ ഫ്രീ പ്രൊഡക്ട്സ് എപ്പോഴും നല്ലതാണ്. സോ അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു സംഭവമാണ് വെറ്റ് വൈപ്സ്. എൻ്റെ കയ്യിലുള്ളത് ഓൾമോസ്റ്റ് തീരാറായി. അപ്പം അത് റീസ്റ്റോക്ക് ചെയ്തതാണിത്. ഇനി കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അയ്യോ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ ഇത് സത്യത്തിൽ. ഓക്കെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, ഇത് വന്നിട്ട് വാൾപേപ്പറാണ്. ഇതും സെയിൽ ടൈമിൽ ഞാൻ വാങ്ങിയതാണ്. ഇത് ആക്ച്വലി ഇതെങ്ങനെ ഇരിക്കും, ഇതിൻ്റെ ഒരു ഫുൾ ഓൺ ഫോം നിങ്ങൾക്ക് ഒട്ടിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന്. എനിക്ക് തോന്നി എൻ്റെ ഒരു വോളിന് കറക്റ്റ് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു ഇത്. അപ്പോൾ ഇത് ഒരു വിൻറ്റേജ് സ്റ്റൈലോ അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെ എന്തോ ഒരു സ്റ്റൈലാണ്. നല്ലൊരു പ്രിൻ്റാണ് വരുന്നത്. ഒരുപാട് റിവ്യൂസ് ഉള്ള ഒരു വാൾപേപ്പർ പ്രിൻ്റാണിത്. കുറേ പ്രിൻറ്റ്സ് നമുക്ക് കിട്ടും യൂഷ്വലി വാൾപേപ്പേഴ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇത് നല്ല റിവ്യൂ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു 5 റോള് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഓഫർ ഉണ്ടായിരുന്നു, 130 സംതിങ് എന്തോ ആയിരുന്നു എനിക്ക് ഒരു റോളിനും ഉള്ള പ്രൈസ്. അപ്പോൾ അതിൻ്റെ ഒരു 5 റോള് വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതാണ്, അത് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഐ തിങ്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഹോൾ വീഡിയോ ഫ്രം ഡിഫറെൻറ്റ് സൈറ്റ്സ് അല്ലേ, ഒരു റാൻഡം ഹോൾ വീഡിയോ ഫ്രം റാൻഡം സൈറ്റ്സ്. ആൻഡ് ഇറ്റ്സ് അവർ നവംബർ മന്ത് ഹോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരുപാട് പേര് മറന്നു പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ സബ്സ്ക്രൈബിൻ്റെ കൂടെ ബെൽ ബട്ടൺ അമർത്തിയാൽ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോയിലേക്ക് ഇടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. എന്ത് പാടാണ് പറയാല്ലേ. അപ്പോൾ നമ്മൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.